അന്നത്തെ കാലത്ത് ഈ പ്രസവം എന്നൊന്നും പറയുന്ന വലിയൊരു കാര്യമൊന്നുമല്ല. അതിന്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഞാനും നമ്മളെ പിന്നെ തൈല കല്യാണി പിന്നെ അതുപോലെ തന്നെ പൊക്കി മാധു എല്ലാം ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ പണ്ടത്തെ കാലത്ത് പിന്നെ മാധു പറഞ്ഞ് ഞാനും നിങ്ങൾ വർത്താനം പറഞ്ഞു കുത്തിരിക്കും, ഞാൻ 5 മിനിറ്റ് പോയിട്ട് വരട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചു എല്ലാം വെള്ളം ഇനി തേടിയാ പോന്നെ, ഞാനൊന്ന് പെറ്റിട്ട് വരട്ടെ. അന്നത്തെ കാലം അങ്ങനെയാ. മാധുവിന് അന്ന് 6 മക്കളാ. മാധവന് 6 മക്കളാണെങ്കിൽ ഈനേണ്ട നോക്കുവാനാന്ന്. അങ്ങനെ മാധു കെട്ടിയവനോട് പറയൂ, ഉയ്ഷ് എന്തെന്നാ ഇത് പിള്ളേരെ കൊണ്ട് 6 മക്കൾ എന്തിനേനും 2 പോരേനാ ഒരുപാട് ഇതിങ്ങനെ പറഞ്ഞ് പ്രശ്നമാക്കൂ. അങ്ങനെ മാധുവിന്റെ കെട്ടിയ പൊക്കം വന്നിട്ട് സമാധാനിപ്പിക്കൂ. സമാധാനിച്ചിട്ട് പിന്നെ മാധുവിന് 12 മക്കളങ്ങായിപ്പോയി. എന്ത് പറയാന്ന കേൾക്കണ. അവസാനത്തെ ഒരു മക്കൾ ഉണ്ടായിക്കല്ല, അത് പ്രസവത്തിൽ തന്നെ മരിച്ചുപോയിട്ട് മാധു കരഞ്ഞിക്കില്ല. അതെന്താന്ന് വെച്ചാല് അഥവാ പിന്നെ പൊക്കം വന്നിട്ട് പിന്നെ സമാധാനിപ്പിച്ചാൽ